ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ജാഫ്ന, ശ്രീലങ്കയിലെ ജാഫ്ന പട്ടണത്തിനുള്ളത്. ജാഫ്നയിൽ ഒരു കോട്ടുണ്ട്, അപ്പോൾ അത് കാണാൻ പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ശ്രീലങ്കയിലെ ജാഫ്നയിൽ പ്രസിദ്ധമായ ഒരു കോട്ടുണ്ട്. അതിൻ്റെ പേരാണ് ജാഫ്ന കോട്ട എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് അതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇത് കംപ്ലീറ്റ് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുൻഭാഗത്ത്. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് പ്രവേശന ഫീസ് ഉണ്ട്. പ്രവേശന ഫീസ് ഇല്ലാത്ത ഒരു സ്ഥലമില്ല. ഇതാണ് ക്യാഷ് കൗണ്ടർ. 750 ശ്രീലങ്ക മണിയാണ് ഇതിൻ്റെ ചാർജ്. അപ്പോൾ ഇതിലേക്കാണ് കിടക്കുക. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവേശനം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കടന്നിക്കുന്നു. നമുക്കിതിൻ്റെ ചരിത്ര കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പോർച്ചുഗീസ് അധിനിവേശത്തെ തുടർന്ന് 1618 ഇത് ജാഫ്നയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് ഈ കോട്ട. ജാഫ്ന കോട്ട എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ തൊട്ടടുത്ത് ഒരുപാട് തീരണ്ട്, വെള്ളമൊക്കെ നിൽക്കുന്ന ഇവിടെയുണ്ട്. കോട്ടൻ്റെ അടുത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ. ഇതൊരു തീരദേശ ഗ്രാമമാണ്. ഗുരുനഗരം എന്നാണ് ഇവിടേക്ക് പറയുക, ഈ ഒരു കോട്ട നിൽക്കുന്ന സ്ഥലത്തേക്ക്. പിന്നീട് 1658 പിന്നെ റിച്ച് ക്ലോഫ് വാൻ ഗൂൺസിൻ്റെ നേതൃത്വത്തിൽ ഡച്ചുകാർ ഇത് പിടിച്ചെടുത്ത്. അങ്ങനെ പിന്നെ കോട്ട വിപുലീകരിച്ച് ഇവിടെയൊക്കെ ഒന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. നല്ല അടിപൊളി സൂപ്പർ ലുക്കാണ്. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഒരു പൈപ്പ് പോലത്തൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിലൂടെ ഈ പാസേജിൻ്റെ അടിയിലൂടെ അങ്ങനെ അങ്ങോട്ട് വെള്ളത്തിലേ ഇങ്ങോട്ടേക്ക് കിടക്കുന്നുണ്ട്. നല്ല അടിപൊളി, നല്ല സൂപ്പറായിരിക്കുന്നു. ഇവിടെ സന്ദർശകർ കാണാനല്ല, പക്ഷേ ഒരു സ്കൂൾ കുട്ടികളൊരു ബാച്ച് കണ്ടു. അവരെല്ലാവരും കൂടി അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സ്കൂൾ കുട്ടികൾ, ടീച്ചർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂണിഫോം ഇട്ടിട്ടുള്ള കുട്ടികൾ തന്നെയാണ് എല്ലാവരും. ജാഫ്ന സ്കൂൾ കുട്ടികൾ അങ്ങനെ ഞാനും ഇവരപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പങ്കെടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. ഒരുപാട് കാലം ഇതുണ്ടായിട്ട്. ഇതിലെ അങ്ങനെ കടന്നു വന്ന് ഇതൊക്കെ ഒരു ഹോള് മോഡലാണ്. ഹോളിൽ നിന്ന് ഒരു ഇത് കഴിഞ്ഞ് വന്ന് പിന്നെ അതൊരു ഒഴിഞ്ഞ മുറ്റോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. കുറേ പൊട്ടിപ്പൊളിഞ്ഞതേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും കാണാനില്ല ഇവിടെ. പിന്നീട് ഈ കോട്ട 1795 ഇത് ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത്. അങ്ങനെ 1948 വരെ ഇതൊരു ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ രാജ്യത്തെ ഒരേ ഒരു വലിയ സൈനിക കോട്ട എന്ന നിലയിൽ ഇതിൻ്റെ അകത്ത് സർക്കാർ സൈനിക കെട്ടിടങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നത്. സിലോൺ ആർമിയുടെ ഒരു വിഭാഗം ഇതിനെ കാവലേർപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി പോകണം. അവിടുന്ന് പിന്നെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കുറച്ച് സന്ദർശകരൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്.
അങ്ങനെ ഞാൻ സ്റ്റെപ്പ് കയറിയിട്ട് ഇതിൻ്റെ മുകളിൽ എത്തിക്കുന്നു. ഈ കോട്ടൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ കാണാം നമുക്ക്. ഇവിടെയൊക്കെ വെള്ളം നന്നായിട്ട് കെട്ടി നിൽക്കുന്നുണ്ട്, പുല്ലുണ്ട്. ഈ കോട്ടകളുടെ പുറംഭാഗത്ത് കൂടുതലും വെള്ളത്തിൻ്റെ പരിസരത്താണ് ഇത് ഉണ്ടാവാറുള്ളത്. കംപ്ലീറ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള കെട്ടുകളൊക്കെ കംപ്ലീറ്റ് പൊട്ടിപ്പൊളിഞ്ഞ് പോയിക്കുന്നത്. ഇതിൽ പാകമുള്ളതിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു കെട്ട് മാത്രമാണ് ഇപ്പോൾ ആകെ ഇതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത്. ഉള്ളു കംപ്ലീറ്റ് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കുകയാണ് എല്ലാ ഭാഗവും. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പൊളിഞ്ഞിട്ട് വീഴാതിരിക്കാൻ വേണ്ടി കമ്പിയൊക്കെ വെച്ച് താങ്ങി നിർത്തിക്കണത്. പിന്നെ കുറേ കൊല്ലമായില്ലേ, എത്ര വെച്ചിട്ട് അതിങ്ങനെ നിൽക്കുക. അങ്ങനെ കാറ്റും മഴയും വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കല്ലേ, അപ്പോൾ കുറേയൊക്കെ പൊളിഞ്ഞ് ആടും. ഇത് നമ്മുടെ ജാഫ്നയിലെ പയ്യന്മാരാണ്. ഐ ആം ഫ്രം ഇന്ത്യ. ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതോടെ ഇത് പലതവണ ഉപരോധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ 1985 മുതൽ 1995 വരെ ഇത് LTTEന്റെ നിയന്ത്രണത്തിലാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് സൈന്യം ആക്രമണം നടത്താൻ സ്ഥലം ഉപയോഗിച്ചതിനാൽ നിയന്ത്രണം നേടുന്ന തടയാൻ LTTE ഈ കോട്ടയുടെ നിരവധി പ്രധാന ഭാഗങ്ങളൊക്കെ നശിപ്പിച്ച്. എന്നാൽ 1995 ഓപ്പറേഷൻ റിവിസേരയുടെ ഈ സമയത്ത് 50 ദിവസത്തെ ഉപരോധത്തിന് ശേഷം ശ്രീലങ്കൻ സൈന്യം ഇത് തിരിച്ചു പിടിച്ച്. അന്ന് യുദ്ധത്തിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുന്നതിനായിട്ട് നാട്ടുകാർ നശിപ്പിച്ച്. ഇന്നിത് ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ കാവലിൽ തുടരുന്നുണ്ട്. സന്ദർശകർക്ക് പരിമിതമായ പ്രവേശനമുള്ളൂ ഇതിൻ്റെ അകത്തേക്കുള്ളത്. ഇത് ഡച്ച് ഫണ്ടിങ് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ പുതുക്കി പണിയുന്നുണ്ട്. ആ ഭാഗം കംപ്ലീറ്റ് വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ്. മുമ്പ് ഈ കോട്ടക്കുള്ളിലുള്ള കെട്ടിടങ്ങൾ ഇവിടുത്തെ ഗവർണറുടെ വസതി ഉണ്ടായിരുന്നു. പിന്നെ ക്വീൻ ഹൗസ്, പിന്നെ ക്രൂയിസ് പള്ളി, ഗാരിസൺ പരേഡ് ഗ്രൗണ്ട്, പിന്നെ പോലീസ് ക്വാർട്ടേഴ്സ്, പോർച്ചുഗീസ് കാലഘട്ടത്തിൻ്റെ നിരവധി കെട്ടിടങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. ഞാനിപ്പോൾ ഇതിൻ്റെ താഴത്തേക്ക് ഇറങ്ങി അങ്ങനെ പോവുകയാണ്. ഇവിടെ എന്തോ ഒരു ഗുഹ പോലത്തെ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇവിടെ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. ഇതാണ് സ്റ്റോർ റൂം. ഇവിടെ ഒരു കിണറുണ്ട്, അത് നമുക്ക് കാണാം. അതിൽ വെള്ളം കോരുന്ന സിസ്റ്റമൊക്കെ. ശ്രീലങ്കക്കാർ കുറേ കുടുംബങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് കിണർ. ഈ മരത്തിന്റെ ആ ഒരു സാധനം ഇങ്ങനെ താഴ്ത്തിണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തു. ഈ ഒരു വെയിറ്റ് കൊണ്ട് ഓട്ടോമാറ്റിക് വെള്ളം അങ്ങോട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അപ്പം നമുക്ക് ഇതും കൂടി ഇങ്ങനെ താഴ്ന്ന പത്തലിൻ്റെ വെള്ളം എന്ന് പറയുമ്പോൾ ഈ ഭാഗം പൊന്തും. അപ്പം അവിടെ വെള്ളം ഇട്ടെടുക്കാം. നമ്മളിങ്ങനെ പിടിച്ച് കോരേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിൽ
ഉണ്ടല്ലോ പാടത്ത് സംഭവമല്ലേ, അതിൻ്റെ ഒരു വേറൊരു സിസ്റ്റം. അത് ഇരുമ്പിൻ്റെ വലിയൊരു അയൺ കാസ്റ്റ് അയണിൻ്റെ ഒരു സാധനമാണ് അവിടെ കെട്ടിയിട്ടുള്ളത്, ഒരു പൈപ്പിൻ്റെ പീസ്. എനിക്ക് തോന്നുന്നു പഴയ പോർച്ചുഗീസുകാരുടെ കാലത്ത് തന്നെ ഉള്ളത് തന്നെയാണ് ആ പീസ് വന്നത്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ചരിത്രമൊക്കെ പറയുന്ന കുറച്ച് ഫോട്ടോകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പൊ കോട്ട കണ്ട് മടങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.